പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ദൈവവചന കേൾവിക്കായി കാതോർത്ത് ദൈവവചനത്തിൻ്റെ ബലവും ശക്തിയും പ്രാപിച്ച് ജീവിപ്പാൻ ആവശ്യമാകുന്ന ദൈവകൃപ പ്രാപിക്കാൻ കാതോർത്തിരിക്കുന്ന ദൈവജനത്തിനെ ആരോഗ്യത്തോടും ബലത്തോടും സൗഖ്യത്തോടും കൂടെ ദൈവജനത്തിൻ്റെ ചുറ്റാകിയിരിക്കാൻ കൃപ തന്ന കർത്താവിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് കിടക്കാം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 13-ാം വാക്യം ഇന്നത്തെ വേദവചനത്തിൻ്റെ സവിശേഷ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം. ജെനസിസ് ചാപ്റ്റർ 16 വേഴ്സ് 13. എന്നാറേ അവൾ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അതുകൊണ്ട് ആ കിണറിന് ബേർ ലഹൈ രയി എന്ന് ലഹൈ രോയി എന്ന് പേരായി. അത് കാദേശിനും ബെരോദിനും മധ്യേ ഇരിക്കുന്നു. ഹല്ലേലൂയ. ഇത് പരിചിതമായ വാക്കാ, പക്ഷെ ആ പേര് അത്ര പരിചിതമായ, നമുക്ക് പരിചിതമായ യഹോവ റാഫ, യഹോവ ഈരെ തുടങ്ങിയ പഴയ നിയമ പേരുകളൊക്കെ പരിചയമാണെങ്കിലും ഈ പേര് പരിചിതമായ പേരല്ല. ബേർ ലഹൈ രോയ് ഒരു കിണറിൻ്റെ പേരാ. ഒരു കിണറിന് അതിൻ്റെ അർത്ഥം എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ. ഈ വചനത്തിൻ്റെ ഈ വചനശകലം, അതായത് ഈ വാക്യം, ഈ ശബ്ദ ഹാഗാറിൽ നിന്നുണ്ടായതാണ്. ഇത് പെട്ടെന്ന് നമ്മൾ ഓർക്കും. നമുക്കൊക്കെ അറിയാവുന്ന സംഭവം, ഇസ്മയേൽ എന്ന ബാലനെ ഒരു കുറ്റിക്കാട്ടിനടുത്ത് കൊണ്ടിട്ടിട്ട് ഒരു അമ്പിൻപാട് ദൂരത്ത് പോയി കരയുമ്പോൾ അവിടെ ഒരു നീരുറവ് കണ്ട സംഭവം. അതല്ല അതിന് മുൻപായി ഹാഗാർ ഒരു വാക്തത്വം പ്രാപിക്കുന്ന ഇവിടുത്തെ സംഭവം. ഹാഗാർ ഗർഭിണിയായിരിക്കെ അവന്റെ സാറായി അവളുടെ കണ്ണിൽ നിന്ദിതയായിട്ട് തോന്നി. അങ്ങനെ കാഠിന്യം പ്രവർത്തിച്ച് സാറായിയെ വിട്ട് അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്ന ഹാഗാർ. അങ്ങനെ ഓടി പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടെ ഉഴന്നു നടക്കുമ്പോൾ എന്തു ചെയ്യണമെന്നും എങ്ങോട്ട് പോകണമെന്നും അറിയാതെ ഉഴന്നു നടക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പ് ഏതെന്നറിയാതെ ഉഴന്നു നടക്കുന്ന ഒരു ടൈമില്, അങ്ങനെ ഒറ്റപ്പെട്ട് ഉഴന്ന സാഹചര്യങ്ങൾ പോയി, എല്ലാ ആശ്രയത്വവും പോയി ഒറ്റപ്പെട്ടിരിക്കുന്ന സമയം, മരുഭൂമിയിൽ ഉഴന്നു നടക്കുക ഏകയായിട്ട്, അവിടെ ദൈവത്തിന്റെ ദൂതനെ കണ്ട്, മറ്റൊരു തരത്തിൽ പറഞ്ഞ കർത്താവുമായിട്ട് ദൈവവുമായിട്ടൊരു കൺഫ്രണ്ടേഷൻ, ദൈവത്തിന്റെ ദൂതനെ കണ്ട് വാക്തത്വങ്ങൾ റിസീവ് ചെയ്യുന്നതാണ് 16-ാമത്തെ അധ്യായത്തിലെ സംഗ്രഹം. അവിടെ റിസീവ് ചെയ്യുന്ന 1-2 വാക്തത്വങ്ങളുണ്ട്. നീ ഒരു മകനെ പ്രസവിക്കും, അവൻ വലിയ ജാതിയായി തീരും, അവന് ഇസ്മായേൽ എന്ന് പേരിടണം, സഹോദരന്മാരുടെ കൈയൊക്കെ വിരോധമായിരിക്കും, പക്ഷെ ഞാൻ അവനെ ജാതിയാക്കും. ഇത് പ്രാപിച്ച വാക്തത്വമാണ്. അപ്പം ആ വാക്തത്വം പ്രാപിക്കുമ്പോ ഹാഗാർ തിരിച്ചു പറയുന്ന വചനമാണ് നമ്മൾ വായിച്ച, എന്നെ കാണുന്നവരെ ഞാൻ ഇവിടെയും കണ്ടുവോ. അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. ഒരു പേര് വിളിച്ചാൽ നീ എന്നെ കാണുന്നു. നമ്മുടെ വിഷയം, നീ എന്നെ കാണുന്നു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഹാഗാറിനെ പോലെ 1-2 ബുദ്ധിമുട്ടുകൾ ഒരുപോലെയുണ്ട്. ഹാഗാറിന്റെ ആശ്രയത്വം നഷ്ടപ്പെട്ടു, ശരീരം ബലഹീനമാ, ഗർഭിണിയായിരിക്കുക. അബ്രഹാം എന്ന് പറയുന്ന ഈ ആശ്രയത്വം നഷ്ടപ്പെട്ടു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പിതാവിനെ നഷ്ടപ്പെട്ടു. ആശ്രയിച്ചിരുന്ന വീടും യജമാനത്തി സ്ത്രീയും നഷ്ടപ്പെട്ടു. ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് എല്ലാം നിന്നുപോയി. അങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടു വരികയാ. നടക്കുന്ന സ്ഥലം ഒട്ടും അനുകൂലമല്ല, മരുഭൂമിയാ. ഒരു തുള്ളി വെള്ളം പോലും കിട്ടാൻ വഴിയില്ലാത്ത സാഹചര്യം ഇല്ലാത്ത ഇടം. ഇന്നത്തെ പോലെ അടുത്ത ഷോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, മാത്രമല്ല മരുഭൂമിയും കൂടിയാ. എന്തു ചെയ്യണമെന്നറിയാതെ, അടുത്ത സ്റ്റെപ്പ് വയ്ക്കാൻ അറിയാതെ, വഴി എങ്ങോട്ടാണെന്നറിയാതെ 4 പാട് നിന്നും ആക്രമിക്കപ്പെടുമ്പോൾ, ഹല്ലേലൂയ, ഒന്നുകൂടെ ആവർത്തിക്കാം, എല്ലാ സ്ഥലത്തു നിന്നും ഫ്രസ്ട്രേഷൻ അനുഭവിച്ച് ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ വഴി കാണാതിരിക്കുമ്പോ
അവിടെയാണ് ദൈവത്തിന്റെ ഇടപെടൽ. പ്രിയരെ, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ വായിച്ചാൽ എവിടെയൊക്കെ ഈ ആശ്രയത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അത് ജാതിയായാലും എബ്രായനായാലും സ്ത്രീയായാലും പുരുഷനായാലും ബലഹീനനായാലും ബലവാനായാലും ദാസനായാലും തോഴിയായാലും യജമാനനായാലും ഇത് തന്നെ കാണാം. എവിടെയൊക്കെ ആശ്രയത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അവിടെ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ടാ ആസ എന്ന് പറയുന്ന രാജാവ് ഒരിക്കൽ പ്രാർത്ഥിച്ചു ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ബലവാനും ബലഹീനനും തമ്മിലൊരു കാര്യമുണ്ടായാൽ ദൈവം ബലഹീനനോട് കൂടെ നിൽക്കും. ആശ്രയത്വം നഷ്ടപ്പെട്ടു പോകുന്ന നിന്നോട് കൂടെ നിൽക്കുന്ന ദൈവം. വഴി അറിയാതെ അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് വെക്കണമെന്നറിയാതെ ഇന്ന് സാഹചര്യത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്ന നിന്നോട് ഇതിനകത്തൊരു ദൂതുണ്ട്. നിന്റെ ആശ്രയത്വം നഷ്ടപ്പെട്ട് പകച്ചു നിൽക്കുമ്പോൾ, ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ വഴി കാണാതെ നീ വേദനപ്പെട്ട് നിൽക്കുമ്പോൾ ആ ദൂത് ആവർത്തിച്ചു പറയട്ടെ, നീയും ദൈവമായിട്ടൊരു ഒരു കൺഫ്രണ്ടേഷൻ, ഒരു മുഖാമുഖമായിട്ട് ദൈവത്തോട് സംസാരിക്കാൻ. അങ്ങനെയുള്ള ഒരു സ്ഥലത്തിന്റെ പേരാ, സാഹചര്യത്തിന്റെ പേരാ ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നെ കാണുന്നു. ഇനി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഹാഗാറിട്ട പേര് മറക്കരുത്. ആ സ്ഥലത്തിന് എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞിട്ട് അലഞ്ഞ് ഉഴന്നു നടന്ന് ആശ്രയത്വം നഷ്ടപ്പെട്ട് പിടിച്ചിരുന്ന കൊമ്പ് യജമാനത്തി സ്ത്രീ നഷ്ടപ്പെട്ട് ഈ ഭൂമിയിൽ ഒരു ആശ്രയവും ഇല്ലാതെ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ വഴി കാണാതെ ഇനി എന്തു ചെയ്യുമെന്ന് നോക്കി നിൽക്കുന്ന അവസ്ഥയ്ക്കകത്ത്, ഹല്ലേലൂയ, ആ അവസ്ഥയ്ക്കകത്ത്, ആ ചിന്തക്കകത്ത്, ആ ഭാരത്തിനകത്ത് ഇറങ്ങി വരുന്ന ദൈവം അവിടെ പറയുന്ന വാക്ക്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. അടുത്തൊരു വാക്ക് ഹാഗാർ പറയുന്നു, യഹോവ എന്നെ കാണുന്നു. നീ പറ, യഹോവ നിന്നെ കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സംഭവം കഴിഞ്ഞിട്ട് 21-ാമത്തെ അധ്യായത്തിൽ വീണ്ടും ആവർത്തിക്കുന്ന ഒരു കുട്ടിയുമായിട്ട് പോകുമ്പോ കുട്ടിയെ അമ്പിൻപാട് ദൂരത്തിട്ടിട്ട് മാറി നിന്ന് കരയുമ്പോഴും പഴയ വാഗ്ദത്തം കിടപ്പുണ്ട്. പഴയ വാഗ്ദത്തം കിടപ്പുണ്ട്. അവൻ ഇസ്മായേൽ എന്ന് പേരിട്ട് വരുമ്പം അവനെ ഒരു ജാതിയാക്കും. അവൻ കുട്ടിയുടെ മരണം കാണണ്ടെന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് മാറി നിൽക്കുമ്പോഴും, ഇല്ല കുഞ്ഞെ, ഇല്ല, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ കാണുന്ന ദൈവമുണ്ട്, യഹോവ എന്നെ കാണുന്നു എന്ന് പറഞ്ഞ് അവൾ പേരിട്ട്, ആ സ്ഥലത്തിന് പേരിട്ട് യഹോവ എന്നെ കാണുന്നു. ഇന്ന് ഏതാ സ്ഥലം എന്നറിയാമോ? ഒറ്റപ്പെട്ട സ്ഥലം, ഒഴിവാക്കപ്പെട്ട സ്ഥലം, നിന്ദിക്കപ്പെട്ട സ്ഥലം, നിന്റെ ടെസ്റ്റിന്റെ സ്ഥലം, പരിശോധനയുടെ സ്ഥലം, നിന്നെ മാറ്റി നിർത്തപ്പെട്ട സ്ഥലം, നിന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ട സ്ഥലം, നിന്നെ അതേ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റാതിരിക്കുന്ന സ്ഥലം, ആശ്രയം എവിടെ, അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നോക്കി നിൽക്കുന്ന സ്ഥലം, തലമുറയുടെ കാര്യമോർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന സ്ഥലം. ഈ സ്ഥലത്തിന്റെ പേര് ഇന്നും മാറ്റിയിട്ടോ, യഹോവ എന്നെ കാണുന്നു. കുഞ്ഞെ, കർത്താവ് നിന്നെ കാണുന്നു. ഇത് ഒറ്റപ്പെട്ട സാഹചര്യമായിരിക്കും, പക്ഷെ കർത്താവ് നിന്നെ കാണുന്നു. പക്ഷെ ദൈവം നിന്നെ കാണുന്നു, ദൈവം നിന്നെ കാണുന്നു. അവിടെ കിണറുണ്ട്, നീ മടങ്ങിപ്പോകാൻ പറഞ്ഞു. വീണ്ടും വരുമ്പോഴും അവിടെ നീരുറവുണ്ട്, വറ്റാത്ത നീരുറവുണ്ട്. അതാ യഹോവ നിന്നെ കാണുന്നു. യഹോവ നിന്റെ തലമുറയെ കാണുന്നു. നിന്നെയും നിന്റെ തലമുറയെയും യഹോവ കാണുന്നു, ദൈവം കാണുന്നു. നിന്നെ മാത്രമല്ല, നിന്റെ തലമുറയെ കാണുന്ന, നിന്റെ സാഹചര്യം കാണുന്ന, നിന്റെ ബലഹീന ശരീരത്തെ കാണുന്ന, നിന്റെ രോഗത്തെ അറിയുന്ന, നിന്റെ തലമുറയെ അറിയുന്ന, നിന്റെ സഹോദരനെ അറിയുന്ന, നിന്റെ സാഹചര്യത്തെ അറിയുന്ന യഹോവ നിന്നെ കാണുന്നു. ആ സ്ഥലത്തിന്റെ പേരാ, ഒറ്റപ്പെട്ട സ്ഥലത്തിന്റെ പേരാ യഹോവ നിന്നെ കാണുന്നു. യഹോവ നിന്നെ കാണുന്നു. ഒന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചേ. സാഹചര്യം മുഴുവൻ അടഞ്ഞിരിക്കുമ്പോൾ നീ ഒന്ന് വിളിച്ചു പറ, യഹോവ എന്നെ കാണുന്നു, യഹോവ എന്നെ കാണുന്നു, എന്നെ കാണുന്നവരെ ഞാൻ ഇവിടെയും കണ്ടു. യെസ്, യഹോവ എന്നെ കാണുന്നു. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞാൻ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചന സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. ആത്മാവിൽ ആ വാക്ക്, ആ വചനം ജനത്തിനും ഞാൻ കൈമാറുന്നു. യഹോവ എന്നെ കാണുന്നു. ഹല്ലേലൂയ, യഹോവ എന്നെ കാണുന്നു. ആത്മാവിലെ വാക്ക് ജനത്തിന് കൈമാറുന്ന കർത്താവേ, ദൈവകൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. യഹോവ എന്നെ കാണുന്നു. ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന സകലവരെയും അനുഗ്രഹിക്കുന്നു. കാണുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത്, ഒഴിവാക്കപ്പെട്ട സ്ഥലത്ത്, ഒഴിവാക്കിയതല്ല, യഹോവ കാണുന്ന ആ പേര് നിനക്കിട്ടിരിക്കുക. ആ സ്ഥലത്ത് ആത്മാവിൽ ആ വചനം കൈമാറുന്നു. ജനത്തെ ഉറപ്പിക്കുന്നു, നിത്യത വരെ എത്തിക്കുവാൻ കാണുന്ന ദൈവം കരം പിടിച്ച് നിത്യത വരെ എത്തിക്കുവാൻ വിശ്വസ്തനാകിയാൽ നന്ദി പറയുന്നപ്പാ. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം.
യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്നേഹക്കൊടിക്കീഴിൽ മറയാം. ഗോഡ് ബ്ലെസ് യു ഓൾ.